വിൽ പവർ കൊണ്ട് മാത്രം അഡിക്ഷനിൽ നിന്ന് ക്വിറ്റ് ചെയ്യാമായിരുന്നെങ്കിൽ ആരും അഡിക്റ്റഡ് ആവില്ലായിരുന്നു. അഡിക്ഷൻ ഒരിക്കലും ഒരു ബാഡ് ഹാബിറ്റ് അല്ല, പകരം അത് ബ്രെയിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ റീവയർ ചെയ്യുന്നു. ആൽക്കഹോൾ, നിക്കോട്ടിൻ, ഡ്രഗ്സ് എന്നിവയൊക്കെ ബ്രെയിനിലേക്ക് ഡോപ്പമിൻ്റെ ഒരു ജയന്റ് ഫ്ലോ ഉണ്ടാക്കുന്നു. സമയം പോകുന്നതിനനുസരിച്ച് നാച്ചുറൽ ഡോപ്പമിൻ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് ഈ ഒരു സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. വിൽ പവറിന് മാത്രം ഓവർകം ചെയ്യാൻ സാധിക്കാത്ത ക്രേവിങ്സ്, അതുപോലെ തന്നെ വിഡ്രോവൽ സിംറ്റംസും ഉണ്ടാവാൻ തുടങ്ങും. ന്യൂറോ സയൻസ് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിനും ഇമ്പൾസ് കൺട്രോളിനും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ടായിട്ടുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ അഡിക്ഷൻ ചേഞ്ച് ചെയ്യും എന്നാണ്. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്നത്. ലിറ്ററലി നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി നിങ്ങൾക്കെതിരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിക്കവറി പോസിബിൾ ആണ്. മെഡിക്കൽ സപ്പോർട്ട്, തെറാപ്പി, സപ്പോർട്ട് സിസ്റ്റം എന്നിവയുടെ സഹായത്തോടെ മാത്രം. വിൽ പവർ ബെനഫിഷ്യൽ ആണ്, പക്ഷെ സയൻസ് പറയുന്നത് അത് ഈ പസിലിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നാണ്. താങ്ക് യു സോ മച്ച്.